നീതി ലഭിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും അത്യാവശ്യമായ ഒന്നാണ്. അത് പുരുഷനായാലും സ്ത്രീയായാലും നീതി ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനമായ ഒരു ആവശ്യം. ആ ഒരു വിഷയത്തെ, ലിംഗനീതി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ നിങ്ങളോട് സംവദിക്കുന്നത് മീര സംഘമിത്രയും പ്രൊഫസർ കുസുമം ജോസഫുമാണ്. രണ്ടുപേരും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിരന്തരം പോരാടുന്ന മീര സംഘമിത്രയെയും കുസുമം ജോസഫിനെയും ഞാൻ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ആരംഭിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം സംസാരിക്കേണ്ടത് മീര സംഘമിത്രയാണ്. മീര സംഘമിത്രയെ പരിചയപ്പെടുത്തി. അവർ ഹൈദരാബാദിൽ നിന്നുള്ള, തെലങ്കാനയിൽ നിന്നുള്ള ഒരു ആക്ടിവിസ്റ്റാണ്. ദീർഘനാളായി NAPM എന്ന മേധാ പട്കർ ദീർഘനാൾ നയിച്ചുകൊണ്ട് നടന്നിരുന്ന, ഇപ്പോഴും അതിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഒരു സംഘടനയാണ് NAPM, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ്സ്. ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സഖ്യം എന്നതിൻ്റെ മലയാളം. അതിൽ വർക്ക് ചെയ്യുന്ന ഹൈദരാബാദിലുള്ള ആളാണ്. അവരെന്നോട് പറയുന്നു, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തതായി അവർ പറയാം എന്ന്. ഇവിടെ സംസാരിക്കേണ്ട വിഷയം ലിംഗനീതിയാണ്. തുല്യത എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരാശയമാണ്. അപ്പോഴേ ഒരു സമൂഹം പരിഷ്കൃതമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് തുല്യത എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും മനുഷ്യർ സംസ്കാരമുള്ളവരായി കഴിയുമ്പോൾ തുല്യതയിലേക്ക് അപരനെ, മറ്റൊരാളെ നമ്മളെപ്പോലെ പരിഗണിക്കുക എന്നുള്ളതാണ്. അത് ലിംഗനീതിയുമായി മാത്രം ബന്ധപ്പെടുത്തിയല്ല, എല്ലാ തരത്തിലുമുള്ള മനുഷ്യരോട് തുല്യപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിവേചനരഹിതമായി മറ്റ് സമ്പത്തിൻ്റെ കാര്യത്തിൽ, അവകാശങ്ങളുടെ കാര്യത്തിൽ, അധികാരത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യർക്ക് തുല്യത വേണം എന്നാണ്. ആ തുല്യത ഇല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അത് നേടിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് ഇല്ലാത്തൊരു സമൂഹവും ഒരു കാലവും ഉണ്ടായിരുന്നു. ആ കാലത്താണ് നമ്മൾ മനുസ്മൃതിയിലൊക്കെ വിശ്വസിച്ചു പോയിരുന്നത്. മനുസ്മൃതി നമ്മളോട് പറഞ്ഞിരുന്നത് കുറേ ആളുകൾ മികച്ചവരും വേറെ കുറേ ആളുകൾ മോശപ്പെട്ടവരും അല്ലെങ്കിൽ നീചജന്മങ്ങളുമാണ് എന്നാണ്. ആ മനുസ്മൃതിയാണ് സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങളെ ഓരോ കാലത്തും ഓരോ പ്രായത്തിലും ഓരോ തരം പുരുഷന്മാർ സംരക്ഷിച്ചുകൊള്ളും എന്നാണ്. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ അച്ഛൻ സംരക്ഷിക്കും, നിങ്ങൾ യുവതികളായിരിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരൻ സംരക്ഷിക്കും, നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് സംരക്ഷിക്കും, നിങ്ങൾ വൃദ്ധരായി കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ സംരക്ഷിക്കും. മക്കൾ എന്നല്ല, മകൻ സംരക്ഷിക്കും എന്നാണ്. അതിൻ്റെ അവസാനത്തിൽ വേറൊരു വാക്കുകൂടിയുണ്ട്. അപ്പോൾ ഈ സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം ഉറപ്പിച്ച് പറയുന്ന, അടിവരയിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമില്ല എന്നാണ്. ഈ ഏറ്റവും പിന്തിരിപ്പനായ, ഏറ്റവും പ്രാകൃതമായ ഈ ആശയത്തിൻ്റെ ഉടമസ്ഥർ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജാതി വ്യവസ്ഥയും ഈ നാട്ടിൽ നിലനിർത്താൻ വേണ്ടി വലിയ തോതിൽ പരിശ്രമിച്ചിരുന്നത്. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുകൂടിയാണ് കുറേ ആളുകൾ അക്കാലത്ത് വിശ്വസിച്ചിരുന്നത് ഈ തങ്ങൾ നീചജന്മങ്ങളാണെങ്കിൽ അത് ശരിയാണ് എന്നുള്ളതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് എഴുതി വെച്ചു എന്നും ആ ദൈവവചനം ശരിയാണ് എന്ന് പറയുകയും അങ്ങനെ എന്നെ ദൈവം മോശക്കാരനായി സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ അടിമയായി ജീവിക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ചു. ആ വിശ്വാസത്തിൽ നിന്നു എന്നാണ്. അതിനെ വേറെ ചില ആളുകൾ മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്, നമുക്കറിയാം അതൊക്കെ. ഇതൊക്കെ തൊഴിൽ വിഭജനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട്
തൊഴിൽ വിഭജനത്തെ ആ നിലയ്ക്ക് ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഗാന്ധിയെപ്പോലെയുള്ള ആൾക്ക് കേരളത്തിൽ ഇണ്ടംതുരുത്തി മനയിൽ വന്നപ്പോഴാണ് ഈ തൊഴിൽ വിഭജനത്തിൻ്റെ സൗന്ദര്യം എത്ര ശക്തമാണ് എന്ന് മനസ്സിലായത്. അദ്ദേഹത്തെ തന്നെ വീട്ടിലേക്ക് കയറ്റാതിരിക്കുകയും പുറത്ത് പന്തൽ കെട്ടിയിരുത്തുകയും എന്തുകൊണ്ടാണ് പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് നടന്നുകൂടാത്തത് എന്ന ചോദ്യത്തിന് ആ ചോദ്യം കേട്ട് ഇണ്ടംതുരുത്തി മനയിലെ നമ്പൂതിരി അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. എന്താണ് ആ അത്ഭുതത്തിന് കാരണം? നമ്പൂതിരി വേറെ, ഈ നീചജന്മങ്ങൾ വേറെ എന്നാണ്. അവർ നീചജന്മങ്ങളാണ് എന്നാണ്. അപ്പോൾ ആ നീചജന്മങ്ങൾക്ക് പട്ടിയോ പൂച്ചയോ നടക്കുന്ന വഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ല എന്ന് വളരെ സത്യസന്ധമായി നമ്മളിപ്പോൾ പറയുന്ന ഭാഷയിൽ വളരെ ബ്ലണ്ടായിട്ട് ഗാന്ധിയോട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാന് ഇങ്ങനെയൊക്കെ ദുരവസ്ഥ എന്നൊരു കവിത എഴുതേണ്ടി വരുന്നത്. ഭീകരമായ ഈ തരം ഉച്ചനീത ഈ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അകത്താണ് നമ്മൾ എപ്പോഴും ഉദ്ധരിക്കുന്ന തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ല ജാതിക്കോമരങ്ങൾ എത്രയോ ആണ് എന്നാണ്. അപ്പോൾ ഈ കാണാൻ പാടില്ല. അക്കാലത്താണ് മനുഷ്യനും തമ്മിൽ അകലം എത്ര അടിയാണ് എന്ന്. കൊറോണയ്ക്ക് മുന്നേ ഓരോ മനുഷ്യർക്കും തമ്മിൽ എത്ര അടിയാണ് വ്യത്യാസം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വിഷയം ജാതിയല്ല, നമ്മളുടെ വിഷയം തുല്യനീതിയാണ്, ലിംഗനീതിയാണ്. അപ്പം അതുകൊണ്ട് ഇത് കുറേ കാലമായി ഇത് നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ജാതി വിവേചനം അനുഭവിച്ച ജനങ്ങളെയാണ് നമ്മൾ കീഴാളർ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ 50% അധികം വരുന്ന സ്ത്രീ ജനങ്ങളാണ് ലോകത്തിലാകമാനമുള്ള കീഴാള സമൂഹം. ലോകത്തിലാകമാനം ഒരു കീഴാള സമൂഹമുണ്ട്, ഒരു കീഴാള ജാതിയുണ്ട്, അതാണ് സ്ത്രീ സമൂഹം. എല്ലാ നിലയ്ക്കും പുരുഷൻ ആധിപത്യം ഏറ്റെടുക്കുകയും പിടിച്ചു വയ്ക്കുകയും സ്ത്രീക്ക് ശേഷിയില്ല എന്ന് തീരുമാനിക്കുകയും സ്ത്രീക്ക് സംരക്ഷണം വേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും ഓരോ പ്രായത്തിലും ഇന്ന ആളുകൾ സംരക്ഷിക്കാമെന്ന് തീരുമാനിക്കുകയും സ്ത്രീക്ക് സ്വത്തിൽ അവകാശമില്ല എന്ന് തീരുമാനിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുകയും ഇങ്ങനെ അനന്തമായ തീരുമാനങ്ങളാണ്. എല്ലാ മതങ്ങളും ഉണ്ടാക്കിയത് പുരുഷനാണ്. അതുകൊണ്ട് ആ മതത്തിൻ്റെ നിലനിൽപ്പിന് നിയന്ത്രിക്കേണ്ടത് സ്ത്രീയെയാണ്. മതങ്ങളുടെ അടിസ്ഥാന പ്രമാണം തന്നെ സ്ത്രീകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും വലിയ തമാശ, തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്നതിൽ ഈ സവർണതയ്ക്ക് ഉള്ള തൊട്ടുകൂടായ്മ മറ്റാരെയും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ തരികയാണ് ചെയ്യുക, ചാടി പിടിച്ച് ഈ കയ്യിലേക്ക് ഇങ്ങനെ കൃത്യമായി ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന മാതിരിയാണ് ഈശ്വരൻ്റെ പ്രസാദം വാങ്ങേണ്ടത്. കൃത്യമായി നോക്കി നിന്ന് പിടിക്കണം. ഈ ദൈവത്തെ തൊടുന്നവനെ മനുഷ്യർ തൊട്ടാൽ അശുദ്ധമായി, ആ മനുഷ്യൻ അശുദ്ധനായി, ഒപ്പം തന്നെ ദൈവവും അശുദ്ധമായി പോകുന്നു. അമ്മാതിരി അശുദ്ധി കൽപ്പിച്ചിരുന്ന സ്ഥലത്താണ് ഈ ശുദ്ധിവാദി ഇന്നലെ പോയി ജയിലിൽ കിടക്കുന്നത്. ഈ ശുദ്ധിവാദിയാണ് ഇതെല്ലാം പൊളിച്ചു കൊണ്ടുപോകാൻ സഹായം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ എന്തെല്ലാം ഭ്രാന്തമായ ആചാരങ്ങളിലും ഭ്രാന്തമായ വിശ്വാസങ്ങളിലുമാണ് അടിപ്പെട്ടു പോയത്. അതേ അവസ്ഥ തന്നെയാണ് നാട്ടിലെ ലോകത്തെ സ്ത്രീകളുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ലോകത്താകമാനം സ്ത്രീകൾ കീഴാള ജനതയാണ്. ഈ കീഴാള ജനതയെ ഇപ്പോൾ നമ്മൾ പുതിയൊരു വിഭാഗം കൂടി പറഞ്ഞു വരുന്നുണ്ട്. അവരെയും പരിഗണിക്കുന്നത് സ്ത്രീകളാണ്, ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗം. ഈ ട്രാൻസ്ജെൻഡറിനെ എപ്പോഴും ഒപ്പം കൂട്ടാൻ താല്പര്യപ്പെടുത്തുന്നത് സ്ത്രീ സമൂഹമാണ്. ഏത് ഗ്രൂപ്പിലേക്ക്, ഇപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്
തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളെയും പറ്റിയാണ്. അതിന് കാരണം ഞാൻ അതിൻ്റെ സംസ്ഥാനത്തെ പ്രധാന ഭാരവാഹിയാണ് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിന് എന്തൊക്കെ വേണം, എന്തുകൊണ്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ആ ചർച്ചയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ പ്രധാന ആവശ്യം, നമ്മൾ സ്ത്രീകൾ മാത്രം ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ പോരാ, അല്ലെങ്കിൽ സ്ത്രീകളുടെ തുല്യതയെപ്പറ്റി പറഞ്ഞാൽ പോരാ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും പരിഗണിക്കണം എന്നാണ്. ഈ കാലം വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പുരുഷന്മാരുടെ സംഘടനയ്ക്കോ അത്തരത്തിലുള്ളൊരു തോന്നൽ വന്നതായി എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനെന്തായാലും ഒരു ഘട്ടം വരെ എന്താണ് വിവേചനം എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയും അതിനുശേഷം ഒരു 2-3 മിനിറ്റ് മീര സംഘമിത്രയെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. മീര. So should I continue or you want to finish? We'll do a jugalbandi. Yes. Okay. So I have some 5 minutes. Okay. Thank you everyone. I have to apologize. I obviously can't speak in Malayalam. I understand bits of Malayalam. But yeah, thanks of course to Vijay Raghavan Master and Kalpata Narayanan Master who have invited me to be part of this very vibrant Kadathanad Literature Festival. It's my first visit to Vadakara, so it's quite an interesting experience. The topic of course is gender justice, and I think Professor Kusumam Joseph opened up a bit of the topic, but I want to slightly also take us to a broader level, which is the fact that I think many times when a lot of you even look at me as a person, immediately you will box me in a certain identity or look at me in a certain way. But just to say that we are all human beings. I mean, we might look differently, we might appear differently, we might present ourselves differently, but at the core we are all human beings. And there are social structures that define how our lives function. So I think it is important, therefore, when we discuss this concept, to go much beyond gender justice or gender equity and look at what are the systems of oppression and what are the systems of liberation. I think it's important to frame the entire conversation in that framework. So one of the fundamental frameworks of oppression is patriarchy, which I think she referred to, along with, and very important in the Indian context, we cannot talk of patriarchy without talking of the caste system. So patriarchy and the entire caste system go parallelly together in the Indian context. And globally, of course, I mean, there have been a lot of struggles against patriarchy in India as well. But to this day, because the roots of these structures of oppression are so strong, it's not easily possible to entirely uproot the structure itself. There have been so many cycles of movements, so many phases, so many different forms of resistance. Some might be large, or sometimes certain individuals in history might, so there are so many names. I mean, we can take of multiple names of people who have tried to challenge patriarchy. But I think it's also equally important to recognize that there are so many everyday struggles. It is only struggles that get registered in history or get recorded in history are not struggles against patriarchy. Only they are not struggles for liberation. There are so many struggles, whether it is against the caste system or whether it is against patriarchy, that happen on an everyday basis. And I think social change is that, because the nudge that happens every day, it is not just, revolution is not a one-time thing. It is that everyday nudge, it is that constant pushback against systems of oppression that lead to little bit of change. So I want to foreground this, because many times when we look at change, we are looking at very concrete examples of XYZ leaders in history. Yes, they are very important. Yes, their contributions have been significant. Of certain movements, yes, those movements are very inspiring. But I think it is also important to look at the role of whether it is individuals or whether it is collectives, who in many times in silent ways actually, and we can take so many such examples all around us, and starting from, because the entire struggle for democratization many times, and today of course I think we are all constantly in the last decade in India also we are talking about fascism and the need to fight fascism.
or the need to restore democracy. But many times we don't recognize that the home is the micro unit of fascism many times, or the home is where democracy or the absence of it is, that's the immediate thing. So when we talk of democracy or fascism, we externalize it. Yes, it is important to fight for democracy externally. Yes, it is important to resist fascism at that level. But if we don't recognize micro-fascism, if we don't recognize the absence of democracy in relationships, I mean, human relationships have to be equitable to begin with. It is not just, democracy is not some outsourcing business. It is an everyday business. It is an everyday effort. It is an every person's effort to keep up that spirit of democracy alive, to be democratic within our relationships. It could be friendships, it could be marriage. Of course, the institution of marriage, there is a lot of critique around that. I am not going into a detail of that, but even where, like just to give one example, to this day, in India, we don't have a law against marital rape. What does that say about us as a society? That once you, however, do this marriage formal thing, that you have a permanent license on someone's body, permanent license on someone's wishes. What kind of a society are we? What does it speak about us as a society? So there are so many such examples that these socially sanctioned institutions that take away the individual's dignity. Of course, we have a great Bharanagatana, the constitution, in which there is talk about individual liberty, freedom, and all of that. But in practice, are we really seeing that in so many contexts, whether it is at the individual domestic level relationships, or in neighborhoods, or in multiple other contexts, or even I think when Kusumam will talk about equal representation, she will also talk about political parties and political formations. Are we genuinely seeing that? In fact, I just wanted to share this. I was looking at the this one list of organizers of this particular festival, and I found that there are 8 organizers, all of them are men. I was searching, I couldn't find a single woman. So it's actually interesting, and I hope hopefully by the next edition of this festival there would be equal and fair gender representation in the organizing committee as well. So I mean, one just has to look around, and there are so many examples that we see of and the question again is not just about gender representation, because many times it's also possible to tick boxes, and that these days there's a lot of smartness around that. People just tick boxes and okay, falana one gender, this is there, one transgender is there. No, we are not asking for ticking boxes. We are asking for real substantive representation, real equitable voice at the table. So I think in that there is still a long way to go. Representation is one part of the struggle. Identity is one part of the issue, and I think these days it's important to, as much as identity is very important, many times and Rohit Vemula, his name was taken in the previous session also. Rohit Vemula, in his last letter, that's exactly what he said, that I am reduced to my immediate identity, to his immediate identity as a Dalit, or me being reduced to my immediate identity as a transgender person. No, that is part of our identity. But that alone doesn't define our identity. Our identity is much more broader as human beings, as citizens, as political workers and political activists. So I think when we look at people also, we quickly box them into some identity or put them into some, it's easy for the human mind also. Okay, this is so-and-so, this is so-and-so. So I think how do we look at human beings and their social contributions? I think that's very important, to acknowledge that we are all made up of multiple, we are mosaic. And that is one of the strengths of feminism as a concept also. Many times people think feminism, okay, that is some optional, parallel thing. But feminism is at the core of social transformation. If we are looking at feminism as something that, of course, there's a lot of misconceptions also about feminism, that it is anti-men and all such nonsense. Whereas feminism, I mean, if men have to be liberated also, real liberation for men also comes from feminism. True feminism is a theory and a practice that liberates all genders. But that is something that a lot of men, unfortunately, because they think that, okay, we have a certain social power that we derive from patriarchy, which is true. But that power doesn't empower you actually.
it gives you a certain authority over women, over certain social structures. But in the long term, patriarchy does not really empower even men. So for true social transformation, men also need to understand that feminism is the path to liberation. Feminist transformation of society is the only way where men can also have equity, men can also have dignity. I mean, something as basic as, because many times I think as a society, even in our homes and schools and colleges, it starts from when you're young, right? Boys are told that you should not cry, you should not express your emotions, you should not behave in a certain way. So what are you nurturing? I mean, as a human being, laughing, crying, these are all natural expressions. And feminism allows you to cry, allows you to laugh. It doesn't judge you if you laugh or you cry. But this false structure of patriarchy, it doesn't allow boys to cry when they want. It doesn't allow girls to laugh loudly when they want. You should sit in a certain way. You should walk in a certain way. You should not go outside after a certain time, so on and so forth. So these social boxes that have been built, they actually restrict human participation and human evolution in society as a whole. So therefore, whether it is, of course, for women and trans people who for many decades now, in fact, I'll not mention a lot about, because I think in Kerala, that is definitely one good thing. If we look at the experience nationally also, there's been a lot of assertion of transgender people in Kerala. That is definitely a positive development. Of course, there's still a lot of struggle and a lot of lot that needs to be done in terms of experiences of transgender people being considered more seriously. But looking at many other states, I would think from the outside that Kerala has taken certain positive steps ahead. But socially, again, there is a certain binary, even amongst transgender communities, there is a certain expectation that the same patriarchy, it is now importing patriarchy, that trans men have to behave in a certain way, trans women have to behave in a certain way. Why? The whole concept of identifying as trans is also to break the chains of patriarchy. If we are doing a photocopy, Xerox of the same patriarchy, that is not trans liberation. Likewise, these days I think we must have heard about these concepts of what is called rainbow capitalism. So on the one hand, especially all these companies, so they are like, LGBTQ, they want to look cool. So in this thing of looking cool, they will employ some trans people, some LGBTQ people. But are they really anti-caste? They are definitely not anti-capitalism. So to just, and many times what also is like, this is relatively, in a certain way, you can, I mean, companies can afford to have certain individuals. It doesn't fundamentally question their power structures. But mind you, there are trans people who are anti-capitalist also. And there are trans people who are pro-capitalist also. So where do we stand on that spectrum? Also, I think is something important. It is just not an immediate identity. Yes, the experience of that identity is important. But if we are enabling structures of oppression, then that is not complete politics. So I think as feminists or as feminist activists, when we are expected to, the reason why I'm mentioning this is because we are expected to only talk about identity. No, we will talk about liberation. We will talk about feminism as an ideology that is liberatory for everybody in society and not just about identities, because with identity they will just talk about a certain form of nominal representation. And today what we are also saying, I'll just say that one bit and then pass on to Kusumam again. Especially in the last decade, of course, the right-wing shift in the Indian society, we have seen it for very long. Right-wing, yes, there is the RSS, but there are different forms of religious fundamentalism. Of course, in India, the RSS presence is the most prominent because numerically also largest, and we are a Hindu majority society. But what we have, especially in the last decade or so, even before, I mean, we've seen it happen during the Gujarat riots, Muzaffarnagar riots, or so on and so forth, multiple other riots. It is always women's bodies that become battlegrounds for communal violence. So how does one look at these kinds of realities of, on the one hand, this whole samrakshana or protection? Women are seen as someone to be protected and the state tries to act as a
benefactor of women. And on the other hand, like say whether it is, just as an example, the whole triple talaq bill that the government of India tried to, and the whole language. I mean, what is really not just frightening but deeply disturbing is at one time it was the feminist movement, the women's movement that spoke about a need for equity, not uniformity across, because every religion has different shades of inequity within religions. So the demand for equity came from the women's movement, from the feminist movement. But the RSS, BJP has entirely co-opted it. The way they are trying to bring in the uniform civil code from Uttarakhand to Gujarat, they have a certain way of, I mean, speaking about, and everything, mind you, is done in the name of women's protection. We are protecting your women. We are safeguarding your women. So where is this whole thing of protection coming for? I think is also something that is really important for us to interrogate. And the same thing with, I mean, the rights of Muslim women should not come at the cost of criminalizing Muslim men. That is exactly what the BJP RSS has wanted to do through the triple talaq thing. So I think as a feminist movement also, it is important to question, we can't have a flaky women's rights approach. Women's rights or gender justice has to parallelly exist with civil liberties. For instance, I just give one small example. In Telangana, there was an encounter of 4 people. Of them, 3 were minors, and it was a gang rape case. Now, who did the gang rape? No one knows. Within few days of the gang rape, 4 young, all poor boys, they were arrested. 3 of them were encountered. As feminists, we went first to the High Court and immediately challenged, saying that you can't encounter anybody. On the one hand, there are hundreds of rape cases. The state is not attending to them. There is no legal support for the women. There is no medical attention. The convictions, I mean, the whole legal process is so slow. But then one case, what the state does, they will highlight it. That becomes the whole thing. It will set the whole discourse. Just as these days we are seeing a lot of course, there are 100 cases. There obviously will be 2-3 cases where the women also could be, if in a certain position of power or privilege, she can act in a way that is that violates the rights of men in certain limited cases. That doesn't mean all women are violating laws or that section 498A is being abused. But what is really interesting to see is how using individual cases, a whole narrative is being built, an anti-feminism narrative. Whether it is against women or whether it is, so in that encounter case that I was talking about, all our photos was put on social media by whole RSS men, and they tagged us saying these women are supporting rape. Now you look at the irony. See, obviously we are for gender justice. Obviously we are against rape. But does that mean you give gun in the hands of the state? Does that mean you give the state the power, the license to kill anybody? And that too without any trial process, nothing. So as feminists, I think it's important for us to also question the authoritarianism of the state. And I think this is something that has been within the women's movement also. There's been a lot of, yes, we have to, yes, society is patriarchal and therefore we have to, there is a lot of reining in within society that is necessary. But how do we do it in a way that does not give the state free hand? Because ultimately, who will be gunned down? It is again the poor and working class. Who will land in jails? Who will not get legal aid? Who will be encountered? Who will be criminalized? Who will be branded as rowdy cheater, so on and so forth? I think one also has to look at approach feminism from a caste lens, from a class lens, from a social justice lens. Otherwise, looking at Linga Nidhi only in the context of a very narrow identity-based approach will only be a very limited reality. It is important to look at, like what Kusumam was saying, look at caste, look at various structures of oppression that are part of society and approach gender justice from that angle. മീര പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. ഒരു ഗ്യാങ് റേപ്പ് ഉണ്ടാകുന്നു. അതിൽ കുറ്റവാളികൾ എന്ന് ആരോപിച്ച്
പ്രായപൂർത്തിയാകാത്ത ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നു, അവരെ എൻകൗണ്ടറിൽ കൊലപ്പെടുത്തുന്നു എന്നാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ചെയ്ത കുറ്റത്തിന് അതല്ലല്ലോ ശിക്ഷ. അപ്പോൾ അതിനെപ്പോലും എതിർക്കാൻ പറ്റാത്ത തരത്തിൽ വളരെ വിചിത്രമായ ഒരു വയലൻസ് മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണിത് അവരാണെന്ന് തീരുമാനിച്ചത്? ആരാണിത് അവരാണെന്ന് കണ്ടെത്തിയത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരുത്തലിന് അവസരം കൊടുക്കണ്ടേ? ഇതൊന്നും ആലോചിക്കാതെ ഈ ആളുകളെ വെടിവെച്ച് കൊന്നുകളയുകയാണ്. അത്ര ഭീകരമായ വയലൻസ് എല്ലാ രംഗത്തുമുണ്ട്. അത് ഏറ്റവും അധികം കാണുന്നത് സ്ത്രീകളോടാണ് താനും. ഈ സ്ത്രീകളോട് കാണിക്കുന്ന വയലൻസിൻ്റെ ഒരു ഉദാഹരണം ഇന്നിപ്പോൾ നിങ്ങൾ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ വലിയ വിവാദമായ ഒരു റേപ്പ് കേസായിരുന്നു. ഫ്രാങ്കോ ബിഷപ്പ് തൻ്റെ അധീനതയിൽപ്പെട്ട ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്തത്. അവർ അത് ആരോപണമായി ഉന്നയിച്ചപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ചില രാഷ്ട്രീയ നേതാക്കൾ വന്ന് ഇത് ആദ്യം പറയാമായിരുന്നില്ലേ, ഇത് പിന്നെ പറയാമായിരുന്നില്ലേ, ഇത് ഇത്രയും നാൾ ആസ്വദിച്ചതല്ലേ എന്നൊക്കെയുള്ള മട്ടിലുള്ള ഏറ്റവും മനുഷ്യവിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ അക്കാലത്ത് മനുഷ്യർ കൂടെ നിന്നു. അവരുടെ പരാതി ഞങ്ങളെപ്പോലെ കുറേ ആളുകൾ, ഈ വട്ടോളി അച്ഛനെ പോലെയുള്ള ആളുകളുടെ കൂടെ ചേർന്ന് എറണാകുളത്ത് ഹൈക്കോടതിൻ്റെ മുന്നിൽ വഞ്ചി സ്ക്വയർ എന്ന ആ സ്ഥലത്ത് 18 ദിവസം സമരത്തിൽ മുഴുവൻ ദിവസവും ഞാനും ഉണ്ടായിരുന്നു. ഈ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തു. വളരെ വിചിത്രമെന്ന് പറയട്ടെ, ആ നാളുകളിൽ കേരളത്തിൻ്റെ പൊതുബോധം ആ കന്യാസ്ത്രീക്കൊപ്പമായിരുന്നു. അതാണ് നമ്മൾക്കുള്ള ഒരത്ഭുതം. അന്ന് വളരെ പോസിറ്റീവായി സ്ത്രീകളും പുരുഷന്മാരും എല്ലാ വിഭാഗം മനുഷ്യരും ആ കന്യാസ്ത്രീക്കൊപ്പം നിൽക്കുകയും, പക്ഷേ ഈ അധികാര സംവിധാനങ്ങൾ ഈ ബിഷപ്പിനെ, ഈ കുറ്റവാളിയെ, ഈ പുരുഷനെ വളരെ തന്ത്രപൂർവം രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. പുരുഷന്മാർ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ പൊതുബോധം വല്ലാതെ വ്രണപ്പെടുന്നു എന്നുള്ളതാണ്. പുരുഷൻ കുറ്റവാളിയാണ്, അത് വിശേഷിച്ച് സ്ത്രീക്ക് മുന്നിൽ കുറ്റവാളിയാണ്, സ്ത്രീക്ക് മുന്നിൽ ചെറുതാകുന്നു എന്ന് തോന്നിയാൽ അതാരുമാകട്ടെ, ഏതൊരു പുരുഷൻ അത് സംഭവിച്ചാലും അപരൻ ദുഃഖിക്കും, അപരൻ അതുടനെ സ്ത്രീയുടെ കുറ്റമായി ആരോപിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ബിഷപ്പ് രക്ഷപ്പെട്ടു പോവുകയും നിയമത്തിൻ്റെ മുന്നിൽ അയാൾ കുറ്റവാളിയല്ല എന്ന് സ്ഥാപിക്കപ്പെടുകയും പൊതുസമൂഹം ഈ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീയുടെ പരിസരത്ത് നിന്ന് വെള്ളമൊഴുകിപ്പോയതുപോലെ അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു എന്നാണ്. പിന്നീട് പൊതുസമൂഹം അവരെ സംരക്ഷിക്കും. ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ചെന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെന്നു, പല ഘട്ടങ്ങളിലും ചെന്നു. പക്ഷേ അവിടെ 5-6 പേർ ആദ്യമുണ്ടായിരുന്നു. അതിലോരോരുത്തരായി ഈ അവരുടെ ജീവിതം വിട്ടുപേക്ഷിച്ച് പോകേണ്ട തരത്തിൽ, സന്യാസ ജീവിതം ഉപേക്ഷിച്ച് പോകേണ്ട തരത്തിലുള്ള ഗതികെട്ട അവസ്ഥയിലേക്ക്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കുറ്റാരോപിതൻ അയാൾ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം വളരെ ആസൂത്രിതമായി ഈ കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുകയും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും, യാതൊരു സാമ്പത്തിക എന്താണ് പറയേണ്ടത്, പണം കൊടുക്കാതെ ജീവിക്കാൻ അനുവദിക്കാതെ, ഒരു തൊഴിൽ ചെയ്യാൻ അനുവദിക്കാതെ, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുത്തി ഈ വസ്ത്രം ഉപേക്ഷിച്ച് ചില ആളുകൾ ഗൃഹസ്ഥാശ്രമികളായി പോവുകയാണ്. അപ്പോൾ അത്ര ഭയങ്കരമായ ഒരവസ്ഥയിൽ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ കന്യാസ്ത്രീകൾ എവിടെയെന്നോ ഇവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നോ അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നവർ പുറത്തു വന്ന് പറയുന്നത്. അതിനവരെ പ്രേരിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ സിനിമാ നടൻ പ്രതിയായ സിനിമാ നടി ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ ആ നടിയോടൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ കാണിച്ച ഊർജത്തിനെ, അല്ലെങ്കിൽ കാണിച്ച മനസ്സിനെ വലിയ തോതിൽ ആക്രമിക്കാനുള്ള ഒരു ത്വരയുണ്ട്. അതിന് അവസരം പാർത്തിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ അതെങ്ങനെയാണ്? എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ ഉടനെ തന്നെ നമുക്കെതിരെ വരുന്ന ആരോപണം, ഇന്ന ആള് സിനിമാ നടിയെ ആക്രമിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ, വലിയ വലിയ ആളുകളാവുമ്പോഴേ ഉണ്ടാവുള്ളൂ, ഇവരിവിടെ ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ എവിടെ ഒരു കാര്യം ചെയ്താലും ആ കാര്യത്തിനെ മറ്റൊരു തരത്തിൽ വിമർശിക്കാനല്ലാതെ ഇതിനോട് ഐക്യപ്പെടാനുള്ള ബോധം മനുഷ്യർക്കില്ല എന്നുള്ളതാണ്. 2 കുട്ടികൾ, വാളയാറിലെ 2 കുഞ്ഞുങ്ങൾ
അതിക്രൂരമായി കൊല്ലപ്പെട്ടു. നമ്മുടെ പൊതുബോധത്തിനറിയാം ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതല്ല എന്ന്. അവർ റേപ്പ് ചെയ്യപ്പെട്ടതാണ്. ആ മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ നമ്മളുടെ നെഞ്ചിങ്ങനെ പുറത്തേക്ക് വന്നു പോകും. അത്ര ഭീകരമാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ഈ കേരളത്തിൻ്റെ ഭരണ സംവിധാനം, ഈ പോലീസ് എന്ത് തരം നിലപാടാണ് എടുത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ സ്ത്രീ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന വിഭാഗം വിചാരിക്കുന്നത് ഇത് ഭരണകൂടത്തിൻ്റെ പരാജയമാണ് എന്ന് വരുത്തി തീർത്താലോ എന്നുള്ളത് കൊണ്ട് ആക്രമിക്കുന്നത് മുഴുവൻ ആ അമ്മയെയാണ്, ആ സ്ത്രീയാണ്. അവരുടെ മൊറാലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. അവർ സദാചാര വിരുദ്ധയാണ്. അതുകൊണ്ടെന്താ? അവർ പരിപൂർണമായി സദാചാര വിരുദ്ധയാവട്ടെ. അവരൊരു എന്താണ്, നമ്മൾ അത് പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ആ പ്രയോഗമെങ്കിലും അവരങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരുടെ കുട്ടികൾ കൊല്ലപ്പെടാമോ? അതെന്ത് നീതിയാണ്? ഇനി അങ്ങനെ കൊല്ലപ്പെട്ടാൽ ആ കൊലപ്പെടുത്തിയത് ആരെ എന്നറിയാനുള്ള അവകാശം ആ അമ്മയ്ക്കില്ലേ? അവരെ 4 ഭാഗത്തു നിന്നും ഈ കേരളത്തിലെ വലിയ സംസ്കാര സമ്പന്നരായ ബുദ്ധിജീവികളായ ആളുകൾ വരെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം CBI വന്നു. CBI അന്ധമായി വിശ്വസിക്കുന്ന കൂട്ടരൊന്നുമല്ല നമ്മൾ. CBI വന്ന് കണ്ടെത്തിയത് വളരെ വിചിത്രമാണ്. CBIയുടെ റിപ്പോർട്ടും നിങ്ങൾ വായിക്കേണ്ടതാണ്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. CBIയുടെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണ്ടൻഷൻ ഇത് തന്നെയാണ്: ഈ സ്ത്രീ സദാചാരപരമായി മോശമായിരുന്നു. രണ്ടാമത്തേത്, അവരുടെ ഫോണിൽ, അതാണ് എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നുന്നത്, അവരുടെ ഫോണിൽ പോൺ വീഡിയോകൾ ഉണ്ടത്രേ. സോ അതുകൊണ്ട് എന്താണ് അവരൊരു പോൺ വീഡിയോ കണ്ടാൽ അവരുടെ 11ഉം 9ഉം വയസ്സായ കുട്ടികളെ നാട്ടിലുള്ള പുരുഷന്മാർ റേപ്പ് ചെയ്യും, കൊലപ്പെടുത്തുകയും ചെയ്യുമോ? ഇതെന്തൊരു നീതിയാണിത്? ഇത് ചോദിക്കില്ല മനുഷ്യർ എന്നുള്ളതാണ്. അമ്മ സദാചാര വിരുദ്ധയാണെങ്കിൽ അതും പ്രയോഗിക്കാൻ നല്ല വാക്കല്ല എങ്കിലും, അപ്പോൾ അവരുടെ മക്കൾ കൊല്ലപ്പെട്ടാലും ഈ നാട്ടിലെ പൊതുബോധം വ്രണിതമാകുന്നില്ല എന്നുള്ള തരത്തിലാണ് നമ്മുടെ ബുദ്ധിയിൽ പാട്രിയാർക്കി പ്രവർത്തിക്കുന്നത്. CBIയുടെ റിപ്പോർട്ടിനെ അനുകൂലിക്കാൻ ആളുകൾ. ഇനി ഇതിനേക്കാൾ വിചിത്രമായ വേറൊരു, ഞാൻ ഈ ലിംഗനീതിയിലേക്ക് തിരിച്ചു വരാം. ഇതൊക്കെ ലിംഗനീതിയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. ഇപ്പം ഈ മീര അത് പറഞ്ഞതിൻ്റെ ബാക്കിയായി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു സ്ത്രീ ചാനലിലിരുന്ന് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. എന്താണ്? അവരൊരു റേപ്പ് വിക്റ്റിമാണ്. അതേ അവസ്ഥയാണ് ഈ നടിയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഒരു സംഗതി. ഈ കൊട്ടേഷൻ കൊടുത്തയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വ്യാപകമായ കൊട്ടേഷനാണ്. നടിക്കെതിരെ, നടിയോടൊപ്പം നിൽക്കുന്നവർക്കെതിരെ ഭീകരമായ പൊതുസമൂഹത്തിലെ ഒരുപാട് ആളുകൾ വന്ന് ഈ സ്ത്രീക്കെതിരെയും അവരോടൊപ്പം നിൽക്കുന്നവർക്കെതിരെയും പറയുകയാണ്. അത് തന്നെയാണ് വാളയാറിലെ അമ്മയും നേരിടുന്നത്. ഞാൻ ഈ CBI റിപ്പോർട്ടിലെ ഒരു കാര്യവും കൂടി പറയാം. ഇപ്പം ഈ കുട്ടിയുടെ ആദ്യത്തെ കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴുള്ള, അതായത് രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛനല്ല. ഈ ലോകത്ത് എത്രയോ രണ്ടാമതും മൂന്നാമതും നാലാമതും വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സ്ത്രീക്കെതിരെ പറയുന്ന ഒരു ആരോപണം, ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവിൽ നിന്ന് അവർ പണം വാങ്ങി എന്നാണ്. ആദ്യ ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ പണം വാങ്ങി. അപ്പോൾ അവരെന്തായിരുന്നു ചെയ്യേണ്ടത്? നമ്മുടെ മനുഷ്യർ, ഇതൊക്കെ വിളിച്ചു പറയുന്ന മനുഷ്യർ എന്ത് തരം ബുദ്ധിയോടുകൂടിയാണ്, എന്ത് തരം ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ പാട്രിയാർക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ ഒരു സ്ത്രീകളെ എങ്ങനെയൊക്കെയാണ് ഈ കാലം വരെ നിയന്ത്രിച്ച് വെച്ചിരുന്നത് എന്ന് ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ അത്ഭുതം തോന്നും. സ്ത്രീകൾക്ക് സ്വത്തവകാശം വളരെ കേരളത്തിലെ ചില സമൂഹങ്ങളിൽ മാത്രമാണ് സ്വത്തവകാശമുള്ളത്. ഞാൻ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്ത്രീധനം കൊടുക്കുക എന്നുള്ളതായിരുന്നു രീതി. അതിനെതിരെ ഈ ഈ നീതി നിഷേധം അനുഭവിക്കുന്ന സ്ത്രീകളിൽ 99.9% സ്ത്രീകളും അതിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യമുള്ളവരായിരുന്നില്ല. അവരെല്ലാം ഭരിച്ചിരുന്നത് ഇതേ പാട്രിയാർക്കിയാണ്. അത് ശരിയാണ് എന്ന് വിചാരിച്ചു പോവുകയാണ്. എനിക്കിതിനെ അവകാശമുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് അരുന്ധതി റോയിയുടെ അമ്മ
മേരി റോയി ഇത് അനീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുന്നത്. അവരുടെ ആ പോരാട്ടം കൊണ്ടാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളായ പെണ്ണുങ്ങൾക്ക് തൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ ഇപ്പൊ സ്വത്തിന് ആവശ്യപ്പെടുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരവസ്ഥയിൽ പോകുമ്പോൾ നമുക്ക് അധികാരത്തിൻ്റെ, രാഷ്ട്രീയ അധികാരത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ഉടനെ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഞാൻ ഒരു പാർട്ടിയുടെ നേതാവിനോട് ഇവിടെ നിന്ന് സംസാരിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇക്കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ സംഘടനയുടെ പ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ടീച്ചർ ഈ പറയുന്ന കാര്യം വല്ലതും നടക്കുമോ? ആലോചിക്കണം, എന്താണ് നടക്കാത്തതിന് കാരണം? സാധാരണ ആളുകൾ വാച്ചിൽ നോക്കുക ചെയ്യുക, ഇതിപ്പോ അദ്ദേഹം മൈക്കിലടിക്കാണ്. പിന്നെ അപ്പോ ഇതിന് കാരണമായി പറയുന്നത് സംഘടന കൊണ്ട് നടക്കണമെങ്കിൽ പുരുഷന്മാർക്കേ പറ്റൂ എന്നാണ്. അതാരാ തീരുമാനിച്ചേ? സംഘടന കൊണ്ട് നടക്കാൻ സ്ത്രീകൾക്കറിയാം. എത്രയോ സംഘടനകൾ സ്ത്രീകൾ കൊണ്ട് നടക്കുന്നു. അപ്പോ നമ്മുടെ ഭരണഘടന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സ്ത്രീ സൗഹൃദ ഭരണഘടന തന്നെയാണ്. അതിൻ്റെ 14, 15, 16 അനുച്ഛേദങ്ങൾ എല്ലാവർക്കും തുല്യത പറയുന്നുണ്ട്. ഈ ലിംഗപരമായ ഭേദം കൊണ്ട് വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ട്. നിയമനത്തിൽ തുല്യത വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ഈ ഓരോ ആർട്ടിക്കിളും ഭേദഗതി ചെയ്യുമ്പോൾ, അങ്ങനെ ഭേദഗതി ചെയ്തിട്ടാണ് നമുക്ക് പഞ്ചായത്തിൽ സംവരണം വന്നത്. അങ്ങനെ ഭേദഗതി 106-ാം വകുപ്പ് ഭേദഗതി ചെയ്തിട്ടാണ് ഇപ്പോൾ സംവരണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സംവരണം ഇന്ത്യ മഹാരാജ്യത്ത് 33% വനിതാ സംവരണം നിയമം പാസ്സായ രാജ്യമാണ്. എവിടെ എന്നിട്ട് വളരെ തന്ത്രപൂർവ്വം സ്ത്രീകളെ കബളിപ്പിക്കുകയാണ്. ഇത് പാസ്സാക്കിയെടുത്ത നരേന്ദ്രമോദിയുടെ ഉദ്ദേശം ഇത് വാർത്തയാക്കുക, ഇതിൻ്റെ പേരിൽ കുറേ വോട്ട് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു. സ്ത്രീകൾക്ക് ആ അവകാശം കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം 2 കണ്ടീഷൻസ് ഉണ്ടാക്കി വെച്ചു. ഒന്ന്, ഈ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കണം. മറ്റൊന്ന്, ആ കണക്കെടുപ്പിന് ശേഷം മണ്ഡല പുനർനിർണയം നടക്കണം. അതായത് ഇനി ഒരു 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സ്ത്രീകൾക്ക് 33% സംവരണം, നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാലും ഈ 33% ലഭിക്കാതിരിക്കാൻ വേണ്ട ആസൂത്രിതമായ കാര്യങ്ങൾ അദ്ദേഹം നിയമത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് ഇവിടെ ഒരുപാട് കോൺഗ്രസ്സുകാരെ കണ്ടു ഞാൻ. പാർലമെന്റിലെ പ്രതിപക്ഷമാണ് കേരളത്തിലെ മുഴുവൻ പാർട്ടികളും, BJP ഒഴിച്ചുള്ളതല്ല. നമുക്കറിയാവുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും പാർലമെന്റിലെ ലോക്സഭയിലെ പ്രതിപക്ഷമാണ്. അന്ന് ഈ കണ്ടീഷനെതിരെ വലിയ ബഹളം വെച്ചവരാണ് കോൺഗ്രസ്സുകാരും CPMകാരും CPIക്കാരും. അതായത് ഈ കണ്ടീഷൻ വേണ്ട, ഈ സംഗതി 33% എന്നുള്ളത് ഇപ്പം തന്നെ നടപ്പാക്കണം എന്ന് പറഞ്ഞ MP-മാരാണ് നമ്മുടെ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോയ മുഴുവൻ പേരും. കേരളത്തിൽ നിന്നല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ. അപ്പോൾ അവർക്ക് അവിടെ അത് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ അവർക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഇത് പാസ്സാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൊടുക്കും എന്ന്. തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങൾക്ക്, ഞങ്ങൾക്ക് തരാനല്ല പറയുന്നത്, നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മിടുക്കികളായ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കൂ. അപ്പോൾ ഈ വക ന്യായം പറയരുത്. ഇത്തവണയെങ്കിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33% എന്ന് പാർലമെന്റ് പാസ്സാക്കി അട്ടത്ത് വെച്ചിരിക്കുന്ന ആ നിയമം നിങ്ങൾ നടപ്പാക്കി കാണിക്കൂ. അതാണ് നമുക്ക് പറയാനുള്ളത്. സമയപരിമിതി മൂലം നിർത്തുകയാണ്. Once again, 2 quick points. I entirely agree on political representation of women and all gender representation, but I think the challenge and the responsibility of the feminist movement is to not just ask for equal and fair representation, but to also equally fight against fascist and authoritarian tendencies. Otherwise, representation alone within fascist and authoritarian parties or fascist and authoritarian formations will not take forward the
idea of or the ideals of the feminist movement. So I think both representation but also challenging authoritarianism are the equal twin goals of the feminist movement. That is something that we should really focus on. Second, Kusuma made a brief reference to Franco Mulakal, and this is a reality, in fact, across certain cases come to light within religious formations. I mean, there's so many examples of these Asaram Bapu and all these Baba Ram Rahim and the kind of support and patronage that they are getting from the state and BJP in particular. So under the garb of religion, under the garb of faith, how sexual violence, sexual harassment happens, and that is at such a large level. What we know is only the tip of the iceberg. There are so many instances that don't even come to light. So even holding the Dharmasthala cases in our neighboring state of Karnataka is the most, atrocious example that we know of. So all these, so many instances that don't even come to light entirely is something that should really bother us. And how do we hold? Just because you're a religious institution, that doesn't mean you can be beyond the law and the constitution. You should still be accountable. You should still be questioned. So I think as a society also we think, oh, these are God men, God people, so they should not be questioned. So I think as a society it is important, as feminist movements it is important to also question the abuse of power and authority that these fellows are doing in the name of God and faith. The third brief point I wanted to make is about, we have very less time, but about large sections of the working class. When we talk of women, we cannot not talk of the working class, whether it is all kinds of workers. 93% of our workforce is informal sector workforce. Take your own Kerala, for example. The Asha worker strike is the most recent example, and I mean, it's such a, they are in a way at least a part of not entirely informal sector, although they are contractual. But even the treatment that was meted out to them after more than a year of struggle, I mean, they had to bear lathi charge and everything, and finally just 1,000 rupee pay. But the larger point that I also want to make is the patriarchy in the whole approach, in which women's work is many times looked as a care work. Arey, this is like care work. This is like voluntary work. So some honorarium is enough for this. So labor not being given the dignity of labor, women's labor not being given the equal dignity of labor, and treating them as volunteers and care workers. So this is the theft of women's labor. And I think as feminist movements, we also have to question the mass theft of women's labor that is happening across the country, and also organize and fight against it. Finally, I just want to say, the struggle for feminism, feminist liberation, is a struggle for democratization at all levels. So today, in fascist times, we have to, of course, fight the larger fascist forces. Even in yesterday's session, there was discussion about the many contradictions that we are living with. The party that rules Kerala, for instance, there's a lot of critique, and rightly so, about their rigidity and authoritarianism. But with the same party at a national level, there are coalitions to fight fascism. So it is a complex time that we are living in. So while we stitch border coalitions and challenge fascism, it is equally important for all parties, whether it is a CPM in Kerala, whether it is a Congress where they are in power in my state, Telangana, because I'm sorry to say, but they are land mafias where they are in power. So it is important to question authoritarianism wherever it is, within political parties, within all kinds of formations, even within people's movements, even within homes and all kinds of institutions. So democratization is a constant process, and that democratization is the task of the feminist movement. Zindabad. ഈ ഒരു സെഷനിൽ ലിംഗനീതി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിച്ച മീര സംഘമിത്ര, കുസുമം ജോസഫ് എന്നിവർക്ക് ആഘോഷ കമ്മിറ്റിയുടെ സ്നേഹത്തിൻ്റെ ഭാഷയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.